കൂട്ടാ ഈ വെള്ളം കണ്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. അല്ല, ഈ ഷാമ്പു ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ തല കഴുകുന്നുണ്ട് മുടി കൊഴിയുമോ? അത്രേ ഉള്ളോ? ഷാമ്പു ഇട്ട് കഴുകുന്നോണ്ട് എന്താ, നമ്മള് ദേഹത്ത് സോപ്പ് ഇട്ട് കഴുകത്തില്ലേ, അതുപോലെ തന്നെ ഷാമ്പു ഒരു ക്ലെൻസിങ് ഏജന്റ്, നമ്മുടെ മുടിയിൽ അഴുക്കും എണ്ണയൊക്കെ കളയാൻ. അതുകൊണ്ട് മുടി എങ്ങനെയാ കൊഴിയുന്നേ? അതെന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മുടെ ഹെയറിന് ഒരു ഹെയർ സൈക്കിൾ ഉണ്ട്. ഒരാളുടെ തലയിലെ ഹെയർ ഒരു 10% ഹെയർ റെസ്റ്റിംഗ് ആൻഡ് ഷെഡിങ് ഫേസിലായിരിക്കും. അതായത് ആ റെസ്റ്റിംഗ് ആൻഡ് ഷെഡിങ് ഫേസിൽ നിന്ന് ഒരു 50 തൊട്ട് 100 മുടി വരെ ഒരു ദിവസം പോകുന്നത് നോർമലാണ്. അപ്പൊ നമ്മൾ ഷാമ്പു ചെയ്യും അല്ലെങ്കിൽ മുടി കഴുകുമ്പം ഓൾറെഡി ഷെഡ് ചെയ്യാനിരിക്കുന്ന സ്കാൽപ്പിൽ നിന്ന് ലൂസ് ആയിട്ടിരിക്കുന്ന ഹെയർ ആയിരിക്കും ചിലപ്പോൾ അങ്ങ് പോകുന്നത്. അപ്പൊ പെട്ടെന്ന് ഹെയർ ലോസ് പോലെ തോന്നുന്നു. അല്ല, അപ്പൊ ഞാൻ എല്ലാവർക്കും കുറച്ച് മുടി എല്ലാ ദിവസവും കൊഴിയുമല്ലോ. അപ്പൊ ഞാൻ എപ്പോഴാണത് കൺസേൺഡ് ആവേണ്ടത്, എപ്പോഴാണ് ഞാനത് അലാംഡ് ആവേണ്ടത്? അതായത് ഈ 50 തൊട്ട് 100 മേലെ ഒരു ദിവസമാണ്. അത് നമുക്ക് എണ്ണാൻ പ്രാക്ടിക്കൽ അല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പില്ലോയില്, ബെഡ്ഷീറ്റില്, ഫ്ലോറില്, കുളിക്കുമ്പോൾ ഷവർ ഡ്രെയിനിലൊക്കെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് കയറുന്നു, കഷണ്ടി കയറൽ എന്ന് പറയത്തില്ലേ. പിന്നെ ഇപ്പം പെണ്ണുങ്ങളിലാണെങ്കിൽ കൂടുതൽ നമ്മൾ പാർട്ടീഷൻ എടുക്കത്തില്ലേ, അപ്പൊ ആ വകച്ചിലിന്റെ വീതി കൂടുന്നു. അങ്ങനെയൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ആ മുടിയുടെ കട്ടി കുറയുന്നതായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ആ ഉള്ളു കുറയുന്നതായിട്ട് തോന്നുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കാണണം. കാര്യം മുടി കൊഴിച്ചിലിന് വേറെ ഒരുപാട് കാരണമുണ്ട്, ഷാമ്പു അല്ല കാരണം. ഷാമ്പു വില്ലനല്ല, ഒരിക്കലും അല്ല. ഓക്കേ.